എല്ലാ പ്രേക്ഷകർക്കും കോക്ടെയിലിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. തലയ്ക്ക് അടികിട്ടി നിൽക്കുന്ന കാലമാണെങ്കിലും നമ്മൾ ഇന്ത്യക്കാർക്ക് ഊറി ഊറി ചിരിക്കാൻ ഒരു വക അങ്ങ് അമേരിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമുക്കുള്ളതുപോലെ ഒരു ഭരണാധികാരിയെ അമേരിക്കക്കാർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്. ഇനി അമേരിക്കയുടെ തലവിധി അങ്ങേര് തീരുമാനിച്ചോളൂ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചീത്തപ്പേരുകാരനെ തന്നെയാണ് അമേരിക്കക്കാർ അവരുടെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പക്ഷേ ഈ പിന്തുണയൊന്നും കണ്ടില്ലത്രേ. ഒബാമയുടെ സ്ഥാനാരോഹണ ചടങ്ങിന് വന്നവരുടെ അത്രയും പേരൊന്നും ട്രംപിൻ്റെ ചടങ്ങിന് വന്നില്ല. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ജനങ്ങൾ അബദ്ധം മനസ്സിലാക്കിയതാണോ എന്നറിയില്ല. എന്തായാലും ചടങ്ങ് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ ചരിത്രത്തിൽ ട്രംപ് സമ്പാദിച്ച ചീത്തപ്പേരൊന്നും വേറെ ഒരാളും സമ്പാദിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾക്ക് ഈ ചീത്തപ്പേരുകാരനെ തന്നെ മതി എന്ന് പറയാൻ അമേരിക്കക്കാർക്ക് ഒരു മടിയും ഉണ്ടായില്ല. ഇനിയാണത്രേ തൻ്റെ യഥാർത്ഥ സ്വഭാവം ട്രംപ് കാണിക്കാൻ പോകുന്നത്. അധികാരം ട്രംപിൻ്റെ കയ്യിൽ കൊടുത്ത് പടിയിറങ്ങിയിരിക്കുകയാണ് ഒബാമ. ട്രംപിൻ്റെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇനി അമേരിക്കയുടെ ഗതി അധോഗതിയാണെന്നാണ് കഴിഞ്ഞ ദിവസം പടിയിറങ്ങാൻ നേരം ഒബാമ പറയാതെ പറഞ്ഞത്. ട്രംപ് പ്രസിഡന്റ് ആയ സ്ഥിതിക്ക് ഇനി അമേരിക്ക ഇന്ത്യയുടെ നിലവാരത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും രാഷ്ട്രീയ വിചക്ഷണന്മാർ കാണുന്നുണ്ടത്രേ. അത്രയ്ക്ക് ഒത്തൊരുമയാണ് പോലും ട്രംപും മോദിജിയും തമ്മിൽ. ഈ ട്രംപ് എന്ന് പറഞ്ഞു കേട്ടതല്ലാതെ ആളിൻ്റെ ഗുണവധികാരം അധികം കാണാനുള്ള യോഗം നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് കയ്യിൽ കിട്ടിയ ഒരെണ്ണം കാണിച്ചു തരികയാണ്. ലോകരെല്ലാം ജാഗ്രത, ട്രംപിനോട് കളിക്കുന്നവരുടെ എല്ലാം ഗതി ഇതായിരിക്കും. ഇങ്ങേര് പടുഗുണ്ടയാണെന്നേ. ട്രംപിൻ്റെ ഗുണ്ടായിസം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്ത്യക്കാർക്ക് അത് വലിയ പുത്തരിയാകാനുള്ള സാധ്യതയില്ല. ഇനി ഇടവേളയാണ്. ശേഷം ഒരു കോൺഗ്രസ് പ്രേമകഥ. സ്വാശ്രയ കോളേജുകളിൽ നടക്കുന്നത് വലിയ കൊള്ളയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മുടെ AK ആന്റണി ജി. ഇതിനൊക്കെ വളം വെച്ചു കൊടുത്തവരൊക്കെ ഇപ്പോൾ മനസ്താപം വന്നിരിക്കുന്നു എന്നത് നല്ല കാര്യം തന്നെ. സ്വാശ്രയ മേഖലയായാലും കൊള്ളാം, എയ്ഡഡ് മേഖലയായാലും കൊള്ളാം, അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുക. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഴിമതി വിരുദ്ധ പ്രവർത്തനം ആരംഭിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ മേഖല അവിടെ തുടങ്ങണം. ഞാൻ കുറ്റിക്കാലത്ത് പഠിച്ചിട്ടുണ്ട് കോത്താരി കമ്മീഷനെ കുറിച്ച്. ഭാരതത്തിന്റെ ഭാവി ക്ലാസ് മുറികളിലാണെന്നാണ് പറഞ്ഞത്. ചൊട്ടയിലെ ശീലം ചുടലവരെ. ക്ലാസ് മുറിയിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവിടെ കിട്ടുന്ന അനുഭവത്തിൽ നിന്നാണ് സ്വാഭാവികർക്കുണ്ടാകുന്നത്. സ്വാശ്രയക്കാർ വാങ്ങുന്ന ഫീസിന്റെ കണക്ക് വരെ പഠിച്ചിട്ടാണ് ആന്റണി ജി ഇത് പറയുന്നത്. ഇപ്പൊ ക്ലാസ് മുറിയിൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കുന്ന കാശ് കൊടുക്കണം. സ്കൂൾ അഡ്മിഷനെ, കോളേജ് അഡ്മിഷനെ, പ്യൂൺ നിയമത്തിന് മുതൽ അധ്യാപക നിയമത്തിന് വരെ കോഴ. ഇത് കണ്ട് വളർന്നു വരുന്ന വിദ്യാർത്ഥി നാളെ എങ്ങനെ അഴിമതിക്കെതിരായി സമരം? ആദ്യം ശുദ്ധീകരിക്കേണ്ട വിജയം തൊഴുത്ത വിദ്യാഭ്യാസ മേഖല തന്നെയാണ്. AC ജോസ് അനുസ്മരണ പരിപാടിയിലാണ് ആന്റണി ജിക്ക് സ്വാശ്രയ തിരിച്ചറിവ് ഉണ്ടായത്. ഇനി ചടങ്ങിൽ വയലാർ രവി ഓർമ്മകളിലേക്ക് ഊളിയിട്ടപ്പോൾ വെളിവായ പ്രേമകഥയിലേക്കാണ്. വയലാർ രവിയിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാം. ക്യാമ്പെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ജോസ് പറയട്ടെ ലീലാമ്മ കാര്യം, ഒരു കാര്യം ലീലാമ്മ വന്നപ്പോൾ ലെക്ചറായി ഗുരുവായൂരപ്പൻ കോളേജില്ല, വേറെ അധികം പറയില്ല കേട്ടോ. ജോസ് വന്നിട്ട് പറഞ്ഞേട്ടാ ഒരു കത്ത് കിട്ടി. അപ്പോൾ എന്നെ ഇടാന്ന് വിളിക്കുന്നതും ഞാൻ ഇടമെങ്കിലും ഞങ്ങൾ മാത്രമേ അങ്ങോട്ടൊന്നും വിളിക്കാറുള്ളൂ. ആരെടാ? ലീലാമ്മയുടെ കത്ത് വന്നു പറഞ്ഞു. ആ നോക്കട്ടാ, എൻ്റെ നീ വായിച്ചു നോക്കടാന്ന് പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കി. ഇന്ന് നിങ്ങൾ ആരെങ്കിലും പെണ്ണുങ്ങളുടെ കത്ത് വരെ കൊടുക്കുകയല്ലോ. മേഴ്സി എനിക്ക് അയച്ച കത്ത് ഞാൻ അവനെയും കാണിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ കത്ത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞടാ, ഇത് മറ്റൊന്നുമല്ലടാ, നീയുമായിട്ട് ഇത്ര വയസ്സിന് താഴെയാണില്ല, അതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, കുഴപ്പമില്ല, നീ കൊണ്ട് വെച്ചോ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഗുരുവായൂർ പോയി, ഏതൊരു യൂത്ത് കോൺഗ്രസ് മീറ്റിംഗ് സംഘടിപ്പിച്ച് അവിടെ പോയി ലീലാമ്മയെ കണ്ടു. പക്ഷേ ലീലാമ്മ എന്ന് വളരെ ഒരു ഞങ്ങളെക്കാളൊക്കെ സമ്പന്നതയുള്ള ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥയാണെന്ന് മാത്രമല്ല ഔദാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഇരുന്ന വണ്ടിക്കൂലി ഇല്ല, വെച്ച് കാശും തരാൻ പറഞ്ഞു. അന്ന് എൻ്റെ 8-10 രൂപ ലീലാമ്മയുടെ കാശ് വണ്ടിക്കൂലിയെ കുറവാ. അങ്ങനെ വണ്ടിക്കൂലി മേടിച്ചാണ് അന്ന് ഞങ്ങൾ തൃശ്ശൂർ വഴി ഞാനും ജോസും ഒക്കെ ഇവിടെ തിരിച്ചെത്തിയത്. ഇനി ഭക്ഷണ കഥയാണ്. അതിനൊരു ചെറിയ തത്വമുണ്ട് എനിക്ക്. രാത്രിയിലെ ഭക്ഷണവും കിട്ടും, രാവിലത്തെ ഭക്ഷണവും കിട്ടും. അപ്പോൾ 2 ഭക്ഷണം കിട്ടും ജോസിൻ്റെ വീട്ടിൽ പോയാൽ. ഞാൻ അവിടെ ഓർക്കായിരുന്നു ആ കാര്യങ്ങളൊക്കെ. ജോസിൻ്റെ അമ്മ പറയാ, നീ വന്നാടാ, നീ വല്ലതും കഴിച്ചാ? ഇതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്കൂളിലും കോളേജിലും ഒന്നും പോകാതെ ഡിഗ്രി ഒപ്പിക്കുന്ന വിദ്യ വയലാർ രവി അന്നേ പഠിച്ചിരുന്നു. AC ജോസിനെ പഠിപ്പിക്കുകയും ചെയ്തു.
അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒരു ഡിഗ്രിക്കാരനായി കണ്ടാൽ കൊള്ളാം എനിക്കൊരു ആഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജോസ് എന്താടാ ചെയ്യുക, ഇവിടെ നമുക്ക് മദ്രാസിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ മദ്രാസിൽ പോയി. ജോസ് BSc ഒരു പേപ്പർ എഴുതാനും ഞാൻ ഇൻ്റർമീഡിയറ്റിൻ്റെ ക്ലാസ്സിലും അവിടെ ചേരുകയുണ്ടായി. അവിടെ ഇരുന്ന് ട്യൂട്ടർ കോളേജിൽ 2 മാസം പഠിച്ച് ഇവിടെ വന്ന് തിരിച്ച് പരീക്ഷ എഴുതി. ഇനി ഒരു നേര് പറയാൻ നിങ്ങൾ പുറത്തു വരേണ്ട, എന്നിട്ടും എനിക്ക് തേർഡ് പാർട്ടി കിട്ടിയില്ല. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോയി ഉമ്മർകോയോട് പറഞ്ഞു, എനിക്ക് കോളേജ് ചേരണം, നിങ്ങളിതിൽ വഴിയുണ്ടാക്കണം, ഇൻ്റർമീഡിയറ്റ് പരീക്ഷ നടത്തണം, അല്ലെങ്കിൽ വേറെ ചെയ്യണം. അങ്ങനെയാണ് ഇൻ്റർമീഡിയറ്റ് തോറ്റവരൊക്കെ ഡിഗ്രിക്ക് ചേരാനുള്ള ഇതാ പറയാലോ, ഇല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം ഇല്ലേ, ഡിഗ്രിക്ക് ചേരാനുള്ള ഉത്തരവുണ്ടാക്കിയത് പുറത്തു പറയണ്ട, അത് ഞാൻ പറഞ്ഞുണ്ടാക്കിച്ചതാണ്. ഇനി PC-യുടെ വാഗ്ധോരണികളിലേക്കാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ PC-യുടെ പാർട്ടി നടത്തിയ ട്രെയിൻ തടയൽ സമരത്തെപ്പറ്റി പത്രക്കാർക്ക് അറിയണം. പക്ഷേ PC-ക്ക് പത്രക്കാരെ വലിയ വിശ്വാസമാണ്. കേരളമതിയോട് നന്ദിയുണ്ട് കേട്ടോ. കേരളമതി മംഗളമൊക്കെ പ്രത്യേകം നന്ദിയുണ്ട്. തേജസ്, മാതൃഭൂമി ഒക്കെ നന്ദിയുണ്ട്. മനോരമ കൊടുത്തു, മനോരമ കുറ്റം പറയണ്ട, കൊടുത്തെങ്കിലും ആൾ 1000 എഴുതി വെച്ചു. അതെന്നാ മര്യാദ കിടായിപ്പോയി. അത് എന്നിട്ട് ഇത്രയുള്ള പത്രമല്ലേ, അവര് ഏതാണ്ട് ഇച്ചിരി കുശുമ്പുണ്ട് നമ്മളോടും തോന്നുന്നു. ഇല്ല പിന്നെ അങ്ങനെ ചെയ്യുമോ? ആള് ശുദ്ധനായതുകൊണ്ട് ഉള്ളതുപോലെ പറയും. സമരത്തിനെത്തിയവർക്ക് ബിരിയാണി വിതരണം ചെയ്ത കഥ പൂഴ്ത്തിവെക്കാനൊന്നും PC-യെ കിട്ടില്ല. സങ്കടം തോന്നി. അതായത് നമ്മുടെ അത് ഞാൻ നിങ്ങൾ പറയാൻ പാടില്ലാത്തൊക്കെ പറയാം. അവിടെ നമ്മൾ 70 രൂപ വെച്ച് തരണമെന്നും കാരണം വരുന്ന ആളുകളെ കൺഫേം ചെയ്യാൻ വേണ്ടി ചെയ്തേ അവിടെ ബിരിയാണി ഉച്ചയ്ക്ക് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 3000 പേരുടെ ബിരിയാണിയുടെ കാശ് എൻ്റെ കയ്യിൽ കിട്ടി. നമ്മൾ 3500 ബിരിയാണി അവിടെ അറേഞ്ച് ചെയ്തു. ആ 3500 ബിരിയാണിയും പോയി കഴിഞ്ഞ് ഒരു 500 പേരുടെ അവിടെ നിപ്പുണ്ട് കിട്ടാത്തവർ. ഭക്ഷണം കഴിക്കാതെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ പിന്നെ കൂടെ ഞാൻ നടന്നു പോകത്ത് ഒരു 1000 പേര് ഭക്ഷണം കഴിക്കാതെ പോവുകയും ചെയ്തു. അപ്പോൾ 5000 പേരുണ്ടെന്ന് ആരും തർക്കമില്ല. ഇവിടുത്തെ നാനാജാതി മതസ്ഥരെ വിവിധങ്ങളായ സമരങ്ങളിൽ സഹായിക്കുന്നത് പോരാഞ്ഞ് അങ്ങ് തമിഴ്നാട്ടിലേക്ക് കൂടി സഹായം വിപുലപ്പെടുത്താനാണ് PC-യുടെ തീരുമാനം എന്ന് തോന്നുന്നു. അതുകൊണ്ടാവും ജല്ലിക്കെട്ടിനെ PC പിന്തുണയ്ക്കുന്നത്. കേട്ടോ, തമിഴ്നാട്ടിലാണ് വേറെ കാര്യമുണ്ട്. ഈ സുപ്രീം കോടതി എന്താ ഇതിനകത്തൊക്കെ ഇടപെടുന്നത്? ഈ ബഹുമാനപ്പെട്ട കോടതിക്ക് ബഹുമാനമുള്ള കാര്യങ്ങൾ ഇടപെട്ടാൽ പോലെ എന്തിനു ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെടുന്നത്? അതുകൊണ്ടല്ലേ കുഴപ്പമുണ്ടാകുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി വിധി വെറുതെ ആവും. മനസ്സിലായില്ലേ? മഹത്വം തീരുമോ? എനിക്ക് ഒരു കാര്യത്തിൽ ഇഷ്ടപ്പെട്ടു. ജനമാണ് വലുത്, കോടതിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും ജല്ലിക്കെട്ട് സമരം. നല്ല സമരം നടക്കട്ടെ. ഞാൻ ജല്ലിക്കെട്ട് സമരത്തെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഒരു സംശയം വേണ്ട. സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ എല്ലാ കുട്ടികളെയും തോൽപ്പിക്കുന്ന പ്രകടനമായിരുന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കാണിച്ചത്. ചന്ദ്രകളഭം എന്ന പാട്ട് കലോത്സവ കാലത്ത് ഏറ്റവും അധികം തവണ പാടി അദ്ദേഹം റെക്കോർഡിട്ടു. സമാപന സമ്മേളനത്തിൽ സ്വന്തമായി ഒരു രചനയും കൂടി. മുഖ്യമന്ത്രിയോടൊരു അഭ്യർത്ഥന, വാസ്തവത്തിൽ കണ്ണൂരിൻ്റെ ഹൃദയതാളമാണ് കേട്ടോ, നിവേദനമൊന്നുമല്ല, ഒരു അഭ്യർത്ഥന പുറപ്പെടുവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് 2 വരികളിലൂടെ ഇവിടെ ഒരു ആലാപനത്തോട് നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചന്ദ്രകളഭം ചാത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ഉത്സവം കൂടി, ഈ കൗമാരോത്സവം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ഉത്സവം കൂടി, ഈ കൗമാരോത്സവം കൂടി. എന്തായാലും മന്ത്രിമാരിൽ ഇങ്ങനെയൊക്കെ കലാകാരന്മാരുണ്ടാവുന്നത് നല്ലത് തന്നെ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വലിയ പുസ്തക വായനക്കാരനായ സ്ഥിതിക്ക് മന്ത്രിക്ക് കലാകാരനാവാം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മോഹൻകുമാറിനാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പുസ്തക പാണ്ഡിത്യത്തെക്കുറിച്ച് അറിയാൻ യോഗമുണ്ടായത്. ഈ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തല അവറുകളാണ്. ഈയിടെ ഒരു യോഗത്തിൽ
ഒരുമിച്ച് പങ്കെടുക്കാൻ അവസരം കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അപാരമായ വായനയെക്കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. മലയാള സാഹിത്യത്തിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലും പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കാൻ പൊതുജീവിതത്തിൻ്റെ തിരക്കിനിടയിലും അദ്ദേഹം കാണിക്കുന്ന താല്പര്യം എന്നെ ഒട്ടൊന്ന് അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ശുപാർശ ചെയ്ത 2 പുസ്തകങ്ങൾ അദ്ദേഹം എനിക്ക് വായിക്കാനായിട്ട് കൊടുത്തു വിടുകയും ചെയ്തു. ഇത്രയേറെ വായനയുടെ ലോകത്തും അതുപോലെ സാംസ്കാരിക ലോകത്തും കണ്ണ് പായിക്കുന്ന, മനസ്സർപ്പിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ വളരെ ആദരവ്